ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് മത്തിപ്പീര വറ്റിച്ചത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത മത്തിയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതും 2 വലിയ ഉള്ളി 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അവിടെ മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മത്തി എടുത്തിട്ട് അതിലോട്ട് ഉള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടായിട്ട് നേരത്തെ ചതച്ച് വെച്ച പച്ചമുളകും തേങ്ങയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അതിലോട്ടായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1.5 സ്പൂൺ ഉപ്പാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ശേഷം ഈ മിക്സ് നേരെ അടുപ്പത്തോട്ട് വെക്കുക. ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുക. നമ്മളെ മത്തിപ്പീര ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മത്തിപ്പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശേൻ്റെ കൂടെയും അടിപൊളിയായിട്ട് പോകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.